അജേട്ടൻ സിനിമ കണ്ട് കരയുന്ന ആളാണോ? ബിക്കോസ് കര ആക്ടേഴ്സ് എല്ലാ സമയത്തും കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും എന്ന് പറയാറുണ്ട്. അതൊരു സൂപ്പർ പവർ ആണ് ആക്ടേഴ്സിന്റെ എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നെപ്പോലെയൊക്കെയുള്ള ആൾക്കാർ ഇതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാറുമുണ്ട്. ബിക്കോസ് ഓവറായിട്ട് ഇമോഷണൽ ആവുകയും ഇമോഷണലി അറ്റാച്ച്ഡ് ആവുകയും സിനിമകൾ കാണുമ്പോൾ ഞാൻ ശ്രീനിവാസൻ സാർ മരിച്ചിട്ട് 2 ദിവസം ഇരുന്ന് കരച്ചിലായിരുന്നു. ഐ ഡിഡ്ന്റ് ഈവൻ നോ വൈ ഈസ് ദാറ്റ് ഐ ആം ക്രയിങ് ന്ന്. എനിക്ക് എൻ്റെ വീട്ടിൽ ഞാനിനി എന്ത് ചെയ്യും? ഇനി ഞാൻ എങ്ങനെ ചേട്ടനെ എന്താ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അത്രയ്ക്കും സിനിമ നമ്മളെ ഇൻഫ്ലുവൻസും കൂടെ ചെയ്യുന്നോണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ആക്ടറാണോ? ബട്ട് യു ഓൾവേസ് പുട്ട് അപ്പ് യുവർസെൽഫ് ആസ് അഹം അങ്ങനെ. അല്ല, എനിക്ക് തോന്നുന്നു അത് തെറ്റായ ഒരു ഫാമിലിയിലോ പേരൻസിൻ്റെ അല്ല. പക്ഷെ അന്നത്തെ സോഷ്യൽ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഭാഗമായിട്ടും ഞാൻ ബോർഡിങ്ങിൽ നിന്നപ്പം ഇൻഫ്ലുവൻസ്ഡ് ആയതിൻ്റെ ആയിരിക്കാം. ആ. ആണുങ്ങൾ കരയില്ല എന്നുള്ളൊരു തോ- കാലഘട്ടത്തിൽ ആ, ജനിച്ചു ജീവിച്ച ആ. ഒരാളായതുകൊണ്ട് Yeah, അത് എന്നെ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സോഷ്യൽ ചേഞ്ച് വന്നത് കഴിഞ്ഞൊരു 5-6 വർഷത്തിൽ. അതെ അതെ. മേ ബി അപ്പോഴത്തേക്ക് ആഫ്റ്റർ എനിക്ക് കോവിഡ്. 36 വയസ്സായി. ആ. അപ്പോൾ ഒരു 36 വയസ്സ് വരെ ഞാൻ വിചാരിച്ച് ജീവിച്ച് എൻ്റെ ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അല്ല. നമുക്ക് കരയാൻ പറ്റൂല. ഇല്ല. എനിക്കിങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ താങ്കൾ പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഞാൻ ടച്ച്ഡ് ആവാറുണ്ട്. ലളിതാമ്മയുടെ മരണം ആ. എന്നെ ഒന്ന് ഉലച്ചു. ഒരു മൊമെന്റ് Shake it. എൻ്റെ കുട്ടികളെ ഞാൻ ചിലപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെൽറ്റായി കണ്ടത് അപ്പോഴായിരിക്കാം. അപ്പോഴായിരിക്കാം. അപ്പോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒരുപാട് ഞാൻ ഇനിയും വർക്ക് ചെയ്യണം. കിട്ടിയ ഇപ്പോൾ അരവിന്ദനദികളാണെങ്കിലും സുധി വാൽമീകമാണെങ്കിലും കിട്ടിയ അവസരങ്ങളൊക്കെ ഒരുപാട് വെള്ളിമുങ്ങയാണെങ്കിലും ഒക്കെ നമ്മൾ അടുത്തിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ കൊതിച്ച മൈ മോസ്റ്റ് ഫേവറേറ്റ് ആക്ടേഴ്സിലൊരാളാണ്. അപ്പം ആ കൊതി തീർന്നില്ലായിരുന്നു, കണ്ടും സ്ക്രീനിലും ഒക്കെ ഇടപെട്ടും ഒക്കെ. അപ്പോൾ അത് പെട്ടെന്ന് അല്ലാതെ പറയാൻ എനിക്കങ്ങനെ ഈ ശീലം കാരണം ആ, ആ, ആ. 5th സ്റ്റാൻഡേർഡ് തൊട്ടല്ലെങ്കിൽ അതിന് മുമ്പ് തീർച്ചയായിട്ടും ആ. നമ്മൾ കരയാറൊക്കെ ഉണ്ട്. അതെ അതെ അതെ. ഒരു ബോധം വരുമ്പോഴാണ് 5th തൊട്ട് ബോർഡിങ്ങിലായിരുന്നപ്പോൾ നമ്മൾ ഇല്ല, നമ്മളങ്ങനെ ആവരുത്, സ്ട്രെങ്തിൻ്റെ ഇതൊക്കെ വേണമെന്ന് അത് ഇന്ന് മനസ്സിലായി. അതല്ല അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ബോർഡിങ്ങിൽ അങ്ങനെ നമ്മൾ ആരും ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് അതെ അതെ. നമ്മൾ എല്ലാം ഉള്ളൂ. വളർന്നു പോയത്. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റോങ് ഇൻഫ്ലുവൻസ് ആയിരുന്നു, ഐ അഗ്രി. പക്ഷെ അതുകൊണ്ട് തന്നെ സിനിമയിൽ എനിക്ക് കരയാൻ പാടാം. ഇമോഷണൽ സീൻ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ കൈകൊണ്ട് മുഖം പൊത്തും, അല്ലെങ്കിൽ അങ്ങനത്തെ സീൻ അധികം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഗ്ലിസറിൻ്റെ ഓവർ യൂസേജ് ഒക്കെ വേണ്ടി വരും.